അപ്പോൾ മുഖ്യമന്ത്രിയായ ഒരാൾ ബജറ്റ് അവതരിപ്പിക്കുന്നു, ധനമന്ത്രിയായ കൂടി ബജറ്റ് അവതരിപ്പിക്കുന്ന അപൂർവത കൂടിയുണ്ട്. ആർ ശങ്കർ നേരത്തെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അങ്ങനത്തെ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ്. സാധാരണമല്ലത് അല്ലേ? എന്തായാലും വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നാണ്. രാവിലെ 9 മണിക്ക് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ DA വർധന, ശമ്പള പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF സർക്കാർ വികസനത്തിനായി മുന്നിൽ നിർത്തിയ കിഫ്ബിയുടെ തുടർപ്രവർത്തനങ്ങൾ എന്തെന്നും ബജറ്റിലൂടെ അറിയാം. റിനു ശ്രീധർ, ലിഡിയ ജേക്കബ് എന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം റിനുവിലേക്ക് പോകുന്നു. റിനു, വരുമാന വർധനകളുള്ള വഴികൾ എങ്ങനെയാണ്? കിഫ്ബിയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിലനിർത്തുമോ, പൊളിച്ചെഴുതുമോ? എന്തൊക്കെയാണ് ക്ഷേമ പദ്ധതി പ്രഖ്യാപനം ഉണ്ടാവുക? ക്ഷേമ പെൻഷൻ വർധനം ഉണ്ടാവുമോ? അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുടെ ചോദ്യങ്ങൾ അടുത്ത മണിക്കൂറുകൾക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. റിനു, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഹാഷ്മി, കൃഷ്ണ. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ കരുതൽ നിറച്ച UDFന്റെ ആദ്യ ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കരുതലും അതിജീവനവും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള ഒരു ബജറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്ത് വിസ്മയമായിരിക്കും കേരളത്തിന് വി ഡി സതീശൻ സർക്കാർ അല്ലെങ്കിൽ വി ഡി സതീശൻ ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി നൽകുന്നത് ബജറ്റിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ധവളപത്രം ഇറക്കി. ഈ ധവളപത്രം ഇറക്കിയതിന് തൊട്ടു പിന്നാലെയുള്ള ഒരു ബജറ്റ് എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അതേസമയം UDF സർക്കാരിന്റെ കന്നി ബജറ്റ് ആയതുകൊണ്ട് തന്നെ ചില മാജിക്കുകൾ വി ഡി സതീശൻ നടത്തും എന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല. സർക്കാർ ജീവനക്കാർക്കടക്കമുള്ള സഹായങ്ങൾ, പെൻഷൻ പദ്ധതി അടക്കം. പക്ഷേ പെൻഷൻ പ്രായത്തിലേക്ക് ഒരു വർധനവ് ഉണ്ടാകില്ല എന്നുള്ള ചില വിവരങ്ങളും വരുന്നുണ്ട്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും വർദ്ധിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വി ഡി സതീശന്റെ മാജിക് ബജറ്റിലൂടെ പ്രഖ്യാപിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ട ഒരു വർധനവ് ഇതിൽ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. സമ്പൂർണ്ണമായിട്ടുള്ളൊരു ബജറ്റ് അല്ല അവതരിപ്പിക്കുന്നത്. ഇനി മാസങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബജറ്റിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ വികസനത്തിന് മുൻനിർത്തിയ കിഫ്ബി, ആ കിഫ്ബിയെ ഉടച്ചു വാർക്കുന്ന ഒരു ഇടപെടൽ വി ഡി സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും വി ഡി സതീശൻ അധികാരത്തിലെത്തിയതിനു ശേഷം പ്രത്യേക ഒരു പഠനം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുറമുഖ മേഖലയ്ക്കടക്കം, തെക്കൻ കേരളത്തിലടക്കം അല്ലെങ്കിൽ കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പെൻഷൻ വർധനവിനൊപ്പം മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനം ഇത്തവണ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കുന്നതിന് വിഴിഞ്ഞത്തെ മുൻനിർത്തിയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 9 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി. അല്ലെങ്കിൽ പോലും താമസം ക്ലിഫ് ഹൗസിലേക്ക് മാറിയിട്ടില്ല. അവിടെ നിന്ന് 8:30 നിയമസഭയിലേക്ക് എത്തും. ആ ബജറ്റ് ബാഗുമായിട്ടായിരിക്കും എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ധനമന്ത്രിമാരെല്ലാം തന്നെ ഈ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നമ്മൾ ലൈവായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതുമാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇത്തവണയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് നമുക്ക് അറിയാം. എന്തായാലും നിലവിൽ ബജറ്റിൽ കേരളം അല്ലെങ്കിൽ കേരളത്തിന് എന്തൊക്കെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ LDF സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചതുകൊണ്ട് പദ്ധതി വിനിയോഗത്തിനുള്ള തുകയിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി ഈ സർക്കാരിനാകില്ല എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാണ്. അതങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ചില വിസ്മയങ്ങൾ ഉണ്ടാകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഹാഷ്മി, ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളം കാത്തിരുന്ന ആദ്യ ബജറ്റ്. നമുക്കറിയാം, ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷമുള്ള ആദ്യ ഒരു മുഖ്യമന്ത്രി, ധനമന്ത്രിയാകുന്ന മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അത്തരത്തിലുള്ള ഒരു ബജറ്റാണ് ഇത്തവണ പ്രഖ്യാപിക്കുക. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.